ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പണായി തുടങ്ങിയത് മുതൽ ഇപ്പോൾ പല താരങ്ങളുടെയും കൂടുമാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനോട് അനുബന്ധിച്ച് പലതരത്തിലുള്ള റൂമറുകളും ഇപ്പോൾ എയറിലുണ്ട്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ പല നീക്കങ്ങളെയും അല്ലെങ്കിൽ റൂമറുകളെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. സോ കൺഫേം ആയിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് പ്രബീർ ദാസ് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ലോണിൽ പോയി എന്ന കാര്യമാണ്. അത് ക്ലബ്ബ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി മുംബൈ സിറ്റി എഫ് സിയിൽ പ്രബീർ ദാസ് ജോയിൻ ചെയ്തിട്ട് ഉണ്ടാവും. ക്ലബ്ബും ഒഫീഷ്യലി ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പ്രബീർ ദാസിന് ഇനി ഒരു ഇയർ കൂടി കോൺട്രാക്റ്റ് ഉണ്ട്. ഈ ഒരു സീസൺ എൻഡ് വരെയാണ് പ്രബീർ ദാസിന് മുംബൈയിലേക്ക് ലോണിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത സീസണിലേക്ക് ഇവിടെ തന്നെ നിലനിർത്തുമോ അല്ല ടെർമിനേറ്റ് ചെയ്യുമോ എന്ന കാര്യം അറിയില്ല. പ്രബീർ ദാസിന് വളരെയധികം പ്ലേയിങ് ടൈം ഇവിടെ കുറവായിരുന്നു, പ്രധാനമായിട്ട് പരിക്കായിരുന്നു കാരണം. സോ ആ ഒരു നീക്കം നല്ലതാണോ എന്ന് ചോദിച്ചാൽ പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് പകരം ഇൻകമിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല റൂമറുകൾ കേൾക്കുന്നതല്ലാതെ ഇൻകമിങ്സിൻ്റെ ഒരു കൺഫേം ആയിട്ടുള്ള വാർത്തയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പ്രധാനമായിട്ട് വേറെയല്ല ഔട്ട് ഗോയിങ്ങിനെ കുറിച്ച് കേട്ടത് ലാൽത്തമാവിയുടെ ഒരു കാര്യമാണ്. അമാവിയ ഓൾറെഡി ഇപ്പോൾ പരിക്കുന്ന് മുക്തനായിട്ട് വന്നിട്ട് ഒന്നോ രണ്ടോ മാച്ചുകളെ നമുക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൂ. അതിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള പ്രകടനം തന്നെയാണ് ആൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ആൾ ലോണിൽ ഈ സീസണിൽ എൻഡ് വരെ മറ്റൊരു ടീമിലേക്ക് പോകും എന്ന തരത്തിലുള്ള റൂമറുകൾ കേട്ടിരുന്നു. എന്നാലും കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. കൂടാതെ ഈ സീസൺ എൻഡോടുകൂടി കരാർ അവസാനിപ്പിക്കുന്ന രാഹുൽ കെ പി ഈ സീസൺ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ പിന്നെ മറ്റൊരു ക്ലബ്ബിലേക്ക്, അതായത് ഒഡീഷ എഫ് സിയിലേക്ക് പോകും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഏകദേശം കൺഫേം ചെയ്യാൻ തോന്നുന്നു. ഈ സീസണിൻ്റെ എൻഡിൽ എങ്ങനെയും രാഹുൽ കെ പിയുടെ കരാറ് തീരുകയാണ്. സോ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ പോവുകയാണെങ്കിൽ ചെറിയൊരു ട്രാൻസ്ഫർ ഫീസ് കൂടെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതെന്തായാലും അല്ലെങ്കിൽ എൻഡിലും രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് വിടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഹുൽ കെ പിയുടെ നിലവിലെ ഫോം വെച്ചിട്ടും ആരാധകർക്ക് ആ ഒരു നീക്കത്തിൽ വലിയ എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. വേറെ പല കാര്യങ്ങളും കേട്ടു. ഒന്നിക്ക് പെപ്ര ലീവ് ചെയ്യാനുള്ള ചാൻസിനെ കുറിച്ച് കേട്ടു. പെപ്രയെ മറ്റ് ISL ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന രീതിയിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. കൊയ്ഫ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ പോകാനുള്ള സാധ്യതയെ കുറിച്ച് കേൾക്കുന്നു. പകരം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന രീതിയിലുള്ള റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റിയിട്ടില്ല. കൂടാതെ ഇഷാൻ പണ്ഡിതയുടെ ഒരു കാര്യം കേൾക്കുന്നു. ആൾ ഒന്നിക്കൽ ഈ സീസൺ എന്നോടുകൂടി അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിലോ മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള പല വാർത്തകളും എയറിലുണ്ട്. നമ്മുടെ ഇൻകമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ചെന്നൈയിൻ എഫ് സിയുടെ സെൻട്രൽ ബാക്ക് ബികാസ് ശുംനുമായിട്ട്. സോ അടുത്ത സീസണിൽ ആൾ നമുക്ക് വേണ്ടി കളിക്കും എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. മറ്റ് കാര്യങ്ങളൊന്നും ഒരു കൺഫേം ആയിട്ടുള്ളൊരു വാർത്തയായിട്ട് കിട്ടിയിട്ടില്ല. നംഗ്യാൽ ബൂട്ടിയ ബാംഗ്ലൂർ എഫ് സിയുടെ റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ മിഡിലൊക്കെ കളിക്കുന്ന നംഗ്യാൽ ബൂട്ടിയ കേരള ബ്ലാസ്റ്റേഴ്സ് വരും എന്ന റൂമർ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റിയിട്ടില്ല. പല താരങ്ങൾക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിലുള്ള റൂമറുകളല്ലാതെ കൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസും ഇതുവരെ വന്നിട്ടില്ല. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു സീസൺ എങ്ങനെ നമുക്ക് ഓൾറെഡി ഇതിനൊരു ഹോപ്പ് വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിലവിലെ പ്രകടനം വെച്ച് നമുക്കൊരു പ്ലേ ഓഫിൽ കയറുക അസാധ്യം തന്നെയാണ്. അങ്ങനെ കയറണമെങ്കിൽ വല്ല മിറാക്കളും സംഭവിക്കണം. ഇനിയുള്ള 10 മാച്ചുകളിൽ 7 എണ്ണമൊക്കെ ജയിക്കേണ്ടി വരും. ആ ഒരു രീതിയിലാണ്. എന്തുമില്ലെങ്കിൽ 7 എണ്ണമെങ്കിലും ജയിക്കേണ്ടി വരും. എന്നാൽ 35 പോയിൻറ്റ് നേടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലേ ഓഫിൽ കയറാം. പക്ഷേ അത് ഈ ടീം വെച്ച് സാധ്യമാകും തോന്നുന്നില്ല. ഇനി അഡീഷൻ വന്നാലും അത് പോസിബിളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അടുത്ത സീസണിനെ കൂടി മുന്നിൽ കണ്ട് ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചർ അല്ലെങ്കിൽ റീബിൽഡ് ടീമിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സൈനിങ്ങുകൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ മാനേജ്മെൻറ്റ് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ മാത്രമേ വെക്കാൻ പറ്റൂ. അവർ നടത്തും എന്ന കാര്യത്തിലൊന്നും ഉറപ്പില്ല. എന്തായാലും കോച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവർ തന്നെയായിരിക്കും. തോമസ് കോച്ചും TG പുരുഷോത്തമൻ കോച്ചും തന്നെയായിരിക്കും നമ്മുടെ ഈ സീസണിൻ്റെ വരെ നയിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചില സൂചനകൾ. സോ ഒരു പുതിയ കോച്ചിനെ നമുക്ക് അടുത്ത സീസണിൽ ആ ടൈമിൽ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഈ സീസൺ നമുക്ക് വലിയ ഹോപ്പിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻകമിങ് ആരെങ്കിലുമൊക്കെ വന്ന് ചെറിയ രീതിയിൽ ടീം മെച്ചപ്പെട്ടാൽ നല്ലത് എന്ന് മാത്രം പ്രതീക്ഷിക്കാം. സോ ഹോപ്പില്ലാതെ അടുത്ത മത്സരങ്ങളൊക്കെ കാണാം. സോ ഇന്നത്തെ PFC വേഴ്സസ് KVFC മാച്ച് ഇന്നുണ്ട്. സോ PFCക്ക് ഓൾറെഡി 2 ഫോറിനേഴ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. സോ ആ മാച്ച് ഇന്ന് ജയിച്ചൊരു 3 പോയിൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കങ്ങളെ നിങ്ങൾ എത്തരത്തിൽ കാണുന്നു? ഏതൊക്കെ പൊസിഷനുകളാണ് നമുക്ക് ഇനി സ്ട്രെങ്തൻ ചെയ്യേണ്ടത് എന്ന കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുപാട് പൊസിഷനുകളുണ്ട്. അത് എല്ലാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അവിടെയൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അടുത്ത വിൻഡോയിലങ്ങായി പല ഗോൾ കീപ്പിംഗ്, ഡിഫൻസിൽ ഉൾപ്പെടെ മിഡിൽ ഉൾപ്പെടെ പല പൊസിഷനുകളും നമുക്ക് പ്ലേയേഴ്സ് വരും എന്ന് പ്രതീക്ഷിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.